ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. എന്താണ് മിസ്സിരി, വേറെ ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ല സാർ. എന്നാ കയറ്, പോണ്ടേ? കോളേജിൽ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നോക്കിയതാ സാർ. ഞാൻ വണ്ടിയിൽ കയറി എന്റെ വീട് ലക്ഷ്യമാക്കി വണ്ടി പാഞ്ഞു. തീക്ഷ്ണമായി രണ്ട് കണ്ണുകൾ അവരെ ശ്രദ്ധിക്കുന്നതറിയാതെ നിശബ്ദതയെ കീറി മുറിച്ച് ഞാൻ സംസാരിച്ചു തുടങ്ങി. തനിക്ക് എന്തെങ്കിലും സംസാരിച്ചുകൂടെ? എന്തിനെങ്കിലും ഉണ്ടായിരിക്കുന്നത്? ഒന്നുമില്ല സാർ. സാർ, എന്നെ മിസ്സിരി എന്ന് വിളിച്ചാൽ മതി. താൻ എന്നൊക്കെ വിളിക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു ഫീൽ. മിസ്സിരി, ആ പേരിന്റെ അർത്ഥം അറിയോ? ഇല്ല സാർ. മിസ്സിരിയ, ക്യൂൻ ഓഫ് ഈജിപ്റ്റ്, മിസിർ. അതിന്റെ ബാക്കി പത്രം പോലെ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ മിസ്സിരി? മിസ്രിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും ജീനത്തൊളിരാജാത്തി ഇഷ്കടലിന്റെ മോസപോട്ടി മറിഞ്ഞല്ലോ. സാറ് പാടുമെന്നറിയാം, പക്ഷെ ഇത്ര നന്നായിട്ട് പാടുമെന്ന് കരുതിയില്ല. തനിക്കെങ്ങനെ അറിയാം ഞാൻ പാടുമെന്ന്? വായിൽ നിന്ന് വന്ന അബദ്ധം അപ്പോഴാണ് നാക്ക് തിരിഞ്ഞത്. അത് സാർ, പറഞ്ഞത് മാറിപ്പോയതാണ്. ഒളിക്കണ്ട, ആയിഷ പറഞ്ഞതായിരിക്കും അല്ലേ? അവിടേക്ക് ഞാൻ ക്ലാസ്മേറ്റ്സ് ആണല്ലോ. അതേ അർത്ഥത്തിൽ ഞാൻ ചിരിക്കുക മാത്രം ചെയ്തു. മിസ്സിരി, തനിക്ക് എൻ്റെ കൂടെ വരാനൊരു പേടിയില്ലേ? എന്തിനാണ് സാർ? തന്നെ വല്ലതും ചെയ്താലും? സാർ, ഇപ്പം എനിക്ക് ഒച്ച വയ്ക്കാനുള്ള ആരോഗ്യമെങ്കിലും ഉണ്ട്. ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ വണ്ണം ക്ഷീണിച്ചൊരവസ്ഥയിൽ സാറിനെ എൻ്റെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. പിന്നെ ഞാനെന്തിനിപ്പോൾ സാറിനെ ഭയക്കണം? അപ്പോൾ തന്നെ കൊണ്ടുപോയിരിക്കുന്നത് ഞാനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ താൻ എൻ്റെ കൂടെയാണെന്ന് നമുക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. എന്നാലും എനിക്ക് സാറിനെ ഭയമില്ല. അതെന്താ? സാർ അങ്ങനെയുള്ള ആളല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സാർ അത്ഭുതത്തോടു കൂടി എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. നിനക്കെങ്ങനെ എന്നെപ്പറ്റി അറിയാമെന്ന ഭാവത്തിൽ. സാറിങ്ങനെ നോക്കണ്ട, സാറിനെ പറ്റി ഞാൻ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. സാറ് കോളേജിൽ സ്റ്റുഡൻ്റായി വന്ന കാലം തൊട്ടേ എനിക്കറിയാം. ഓ, ആയിഷയുടെ ഹാരിസ് പറഞ്ഞായിരിക്കും അല്ലേ? പറഞ്ഞതാരാണെന്ന് പറയില്ല, അത് സസ്പെൻസ്. ഓ, അപ്പൊ വേറെ ആരാണല്ലോ പറഞ്ഞിരിക്കുന്നത്? അതല്ലേ ഞാൻ പറഞ്ഞത്, സസ്പെൻസ് ആണെന്ന്. സസ്പെൻസ് അങ്ങനെ പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റുമോ? നീ എപ്പോഴാ വെച്ച പൊട്ടിക്ക്? സസ്പെൻസ് അല്ലേ, ബോംബൊന്നുമല്ലല്ലോ. സംസാരിച്ച് വീടെത്തിയത് അറിഞ്ഞില്ല. പതിവ് പോലെ എന്നെയും കാത്ത് ഉപ്പച്ചിയും ഉമ്മയും സിറ്റൗട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സാറിന്റെ കൂടെ കാറിൽ വരുന്ന കണ്ടപ്പോൾ അവർ പരിഭ്രമിച്ചു. എന്താ കുഞ്ഞോളെ പറ്റിയത്? ഉപ്പച്ചി അതിര് കവിഞ്ഞ ആകാംക്ഷയോട് കൂടി ചോദിച്ചു. ഒന്നുമില്ല ഉപ്പച്ചി, സാർ ഉപ്പച്ചിയോട് സംസാരിക്കാൻ വന്നാണ്. മുറ്റത്ത് തന്നെ നിൽക്കാതെ അകത്തോട്ട് കയറിയിരിക്ക്, അകത്തിരുന്ന് സംസാരിക്കാം. സാറിരിക്ക്. ഉപ്പച്ചി, നിങ്ങളൊന്ന് അകത്തേക്ക് വരുമോ? ഞാനും ഉപ്പച്ചിയും കൂടി അകത്തിന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു. കുഞ്ഞോളെ, അത് വേണോ? ഉപ്പച്ചി പേടിക്കുന്ന പോലെ ഒരു കുഴപ്പമുണ്ടാവില്ല. നിലയിലാകത്തിപ്പെട്ട് എനിക്ക് കിട്ടി കച്ചിത്തിരുമാൻ സാറ്. ഈ പിടിവള്ളി ഇട്ടുകളയാൻ എനിക്കാവില്ല. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയാണ് എനിക്ക്. പച്ചവെള്ളം വരെ പേടിയാണ്. ആ അവസ്ഥ തന്നെയല്ലേ ഉപ്പച്ചി എൻ്റെ? ഒരു ഉറപ്പില്ലാതെ ഞാൻ പറയും. ഒന്ന് ഞാൻ പറയാം, ആനസല്ല, ആഷിഖ് സാറ്. ലിവിംഗ് റൂമിൽ കാത്തിരിക്കുന്ന സാറിന്റെ അടുക്കിലേക്ക് ഉപ്പച്ചി എന്നു. സാർ, ഞാനത് വാടക കൊടുക്കാൻ ഉദ്ദേശിച്ച് പണിഞ്ഞൊന്നുമല്ല. മോൾ ഇത്രയും പറയുമ്പോൾ പിന്നെ സാർ ഇവിടെ വന്നിട്ട് ഞാൻ പറ്റില്ല എന്ന് പറയുന്നത് മോശമല്ലേ? എനിക്ക് 3 നേരത്തെ ഫുഡ് തരുന്നതൊഴിച്ച് ഞാനായിട്ട് വേറൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. എന്താ സാർ ഇത്? ഒരാൾക്ക് ഭക്ഷണം തരുന്നത് ബുദ്ധിമുട്ടാണോ? സാർ ഇവിടെ ഉള്ളിടത്തോളം കാലം ഫുഡ് ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ്. അത് ഞങ്ങൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ടല്ല. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്നെ സാറെന്നൊന്നും വിളിക്കണ്ട, എൻ്റെ പേര് ആഷിഖ് എന്നാണ്. അങ്ങനെ വിളിച്ചാൽ മതി. ശരി മോനെ, ഞാനിനി അങ്ങനെ വിളിച്ചോളാം. കുഞ്ഞോളെ, ആ ഔട്ട് ഹൗസിന്റെ താക്കോലും കൂടി എടുത്താ. അവൾ എങ്ങനെയോ അവളുടെ ഉപ്പയെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. എന്നാലും പൂർണ്ണ സമ്മതമായിട്ടില്ല. പ്രായമായ 2 പെൺമക്കളുടെ ബാപ്പയല്ലേ, അദ്ദേഹത്തെ എങ്ങനെ കുറ്റം പറയാനൊക്കും? വീടിന്റെ ഒരു സൈഡിലാണ് ഔട്ട് ഹൗസ്. ചെറിയൊരു വീടിൻ്റെതായ എല്ലാ സൗകര്യവും ഉണ്ട്. സിറ്റ് ഔട്ട്, ഹാള്, ബാത്റൂം, അറ്റാച്ച്ഡ് ബെഡ്റൂം, ബാൽക്കണി. കൊള്ളാം, വീട് എനിക്ക് ഇഷ്ടമായി. അപ്പാർട്ട്മെന്റ് ഒഴിവാക്കിയിട്ട് അടുത്ത ദിവസം തന്നെ ഞാൻ താമസം കൊണ്ട് മാറാന്നാ കരുതുന്നത്. എന്നാൽ ഞാൻ ഇറങ്ങിക്കോട്ടെപ്പാ. അല്ല, അങ്ങനെ വിളിക്കാമോ? അതിനെന്താ മോനെ, അങ്ങനെ വിളിച്ചോ. എന്നാ ഞാൻ പോയിട്ട് വരാം. ഇൻഷാ അല്ലാ. ആഹാ, ചായ കുടിക്കാതെ പോവാണോ? ചായ കുടിച്ചിട്ട് പോവാം സാർ. ഉമ്മ, മിസ്സിരി വിളിക്കും പോലെ എന്നെ വിളിക്കണ്ട. ഉപ്പ് വിളിക്കും പോലെ മോനെയെന്നോ അല്ലെങ്കിൽ എൻ്റെ പേരോ വിളിച്ചോളൂ. ശരി, വന്ന് ചായ കുടിക്ക്. നല്ല പത്തിരിയും കോഴിക്കറിയും ഉണ്ട്. ചായ കുടിച്ച് അടുത്ത ദിവസം തന്നെ എത്താമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. സാറ് പോയി കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പഠിക്കാതിരുന്നപ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത്. നോക്കിയപ്പോൾ ഹാരിസ് കോളിംഗ്. ഹലോ ഐഷു. അതെന്താണോ നഫി, ഐഷുവിനോട് മാത്രമേ നാം സംസാരിക്കുള്ളൂ? ഹാരിസ്ക, ആരാ പറഞ്ഞ് ഞാൻ ഐഷുവിനോട് മാത്രമേ സംസാരിക്കുള്ളൂ എന്ന്? എന്നാ എന്നോട് സംസാരിക്കും, അവളോട് പിന്നെ സംസാരിക്കാം. എന്നാ പറയിക്ക, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖം. ഇക്ക, എന്തുകൊണ്ട് വിശേഷം? കാലിനും കൈക്കും വേദനയ്ക്ക് കുറവായോ? കുഴപ്പമില്ല നഫി,
റൂമിൽ തന്നെയുള്ള ഇരിപ്പാണ് സഹിക്കാൻ കഴിയാത്തത്. അല്ല, എൻ്റെ ക്ലാസ്മേറ്റ് എന്ന് പറയുന്നു, അവൻ്റെ ആളെങ്ങനെയാ? ഞങ്ങളുടെ സാറ് പാവ. സാറ് പാവയാണെന്നോ? ആഷി നല്ല ഒന്നാന്തരം മനുഷ്യനായിരുന്നല്ലോ, നീ അങ്ങനെ പാവയാക്കിയോ? ഒന്ന് പോയിക്ക, കളിയാക്കാതെ. നഫി, എന്താ ഇക്ക? ഐഷു വരുമ്പോൾ നിനക്ക് എന്താ കൊടുത്തുവിടേണ്ടത്? ഒന്നും വേണ്ട ഇക്ക, എത്രയും പെട്ടെന്ന് സുഖപ്പെട്ടാൽ മതി. എന്നിട്ട് എന്നെ കാണാൻ വരണം. ഇക്കാനെ കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് എനിക്കും ആഗ്രഹമുണ്ട് നഫി, നിന്നെയും നേരിൽ കാണാൻ. അല്ല, പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ മാറിയോ? കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രോബ്ലംസ് ഒക്കെ തീർത്ത് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ പ്രതീക്ഷ. പടച്ചോ അനുഗ്രഹിക്കട്ടെ. ഒന്നുമില്ലടാ, വിഷമിക്കാതെ, എല്ലാം ശരിയാവും. പടച്ചോനോട് ഞാൻ ദുആ ചെയ്യാം. ആ വിളിയിൽ ഞാൻ എല്ലാം മറന്ന് പൊട്ടിക്കരഞ്ഞു പോയി. ഞാൻ വേഗം ഫോൺ വെച്ചു. അവളുടെ സ്റ്റഡീസിനെ പറ്റി ചോദിച്ചെന്നേ ഉള്ളൂ. പഠിത്തത്തിലെ പ്രശ്നങ്ങളെപ്പറ്റി അവൾ പറഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പെട്ടെന്നാണ് മറുതലക്കിൽ ഒരു പൊട്ടിക്കരച്ചിൽ കേട്ടത്. ഫോൺ പെട്ടെന്ന് തന്നെ കട്ടായി. പിന്നെ ഫോൺ വിളിച്ചിട്ട് റിങ് ചെയ്യുന്നല്ലാതെ ഫോൺ എടുക്കുന്നില്ല. എന്താണാവോ പറ്റിയത്? പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ ഞാൻ എടുത്ത് വിളിച്ചു. മറുതലക്കൽ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ നഫി, എന്താ പറ്റിയത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെന്താ പെട്ടെന്ന് അപ്സെറ്റ് ആയത്? ഇക്കൊന്നും പറഞ്ഞില്ല. ഞാൻ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒന്നുമില്ലടാ എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുന്ന ഇക്ക ഉണ്ടായിരുന്നു എനിക്ക്, എന്റെ സ്വന്തം ഇക്ക. നിനക്കൊരു ബ്രദറുണ്ട്, ഒരു അനുജത്തി മാത്രമേ ഉള്ളൂ എന്നാണ് ഐഷു പറഞ്ഞത്. ശരിയാണിക്ക, ഇപ്പം എനിക്കൊരു അനുജത്തി മാത്രമേ ഉള്ളൂ. ഹീസ് നോ മോർ. എൻ്റെ അജൂക്ക റബ്ബിൻ്റെ വിളിക്ക് ഉത്തരം തേടി പോയി. എഞ്ചിനീയറിങ്ങിന് നമ്മുടെ കോളേജിൽ 2ാം വർഷം പഠിക്കുകയായിരുന്നു. ഇക്ക ഹോസ്റ്റലിൽ താമസിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കൂടെ താമസിക്കുന്ന ഫ്രണ്ട്സായിട്ട് മൂന്നാറിൽ ട്രിപ്പ് പോയതാണ്. തിരിച്ചു വരുന്ന വഴി ആക്സിഡന്റ്. ഇക്ക മാത്രം. പിന്നെ കരച്ചിലുകൊണ്ടൊന്നും പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. വണ്ടി ഓടിച്ചിരുന്ന ഫ്രണ്ട് ഡ്രൈവിങ്ങിനിടയിൽ ഉറങ്ങിപ്പോയി. അങ്ങനെയാ സംഭവിച്ച്. അജ്മൽ മുസ്തഫ. ഫോണിലൂടെ ആ പേര് കേട്ടതും ഞാൻ ഞെട്ടി. എന്റെ ഇക്ക എങ്ങനെ അറിയാം? മറുതൽക്കൽ പിന്നെ കേട്ടത് അണമുറിയാത്ത കരച്ചിലാണ്. ഞാനാ നഫി, ഞാനാ വണ്ടി ഓടിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോയി മരണത്തിലേക്ക് തള്ളിവിട്ടത് ഞാനാണ്. വരുന്നില്ലെന്ന് 100 വട്ടം എന്നോട് പറഞ്ഞതാണ്. ട്രിപ്പ് പോകാൻ പൈസ ഒപ്പിച്ചോട് ചോദിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ നിന്റെ ഫുള്ള് ചെലവ് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ഞാൻ അവനെ കൊണ്ടുപോയത് മരണത്തിലേക്കാണ് നഫി. നിങ്ങളെല്ലാം വന്ന് കാണാൻ പലവട്ടം വിചാരിച്ചതാണ്. നിങ്ങളെങ്ങനെ പ്രതികരിക്കുമെന്ന് കരുതി. ധൈര്യം കിട്ടുന്നില്ലായിരുന്നു നിങ്ങളെ ഫേസ് ചെയ്യാൻ. അവൻ മരിച്ചത് അറിയുന്നത് തന്നെ 8-10 ദിവസം കഴിഞ്ഞാണ്. ICUവിൽ നിന്ന് പുറത്തിറക്കി 2 ദിവസം കൂടി കഴിഞ്ഞാണ് അജുവിന്റെ കാര്യം എന്നോട് പറയുന്നത് തന്നെ. എന്നോട് പൊറുക്കണേ നഫി. ഹാരിസ്ക കരയണ്ട. ഇക്ക വേണമെന്ന് വിചാരിച്ച് ചെയ്തല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ അജുക്കാരെ അത്രേ വിധിച്ചിട്ടുള്ളൂ. നഫി, എനിക്ക് നിന്റെ ഉപ്പയോട് സംസാരിക്കണം. എനിക്ക് അവരോട് മാപ്പ് ചോദിക്കണം. എന്നോട് പൊരുത്തപ്പെടാൻ പറയണം. അവരെന്നോട് പൊരുത്തപ്പെടുമോ നഫി? ഇക്ക അറിഞ്ഞുകൊണ്ട് ചെയ്തല്ലോ. ഉപ്പച്ചിയും ഉമ്മയും തീർച്ചയായും ഇക്കാരോട് ക്ഷമിക്കും. ഇക്ക ഉപ്പയോടും ഉമ്മയോടും സംസാരിച്ചു. അവരോട് കണ്ണീര് കൊണ്ട് മാപ്പ് പറഞ്ഞു. അപ്പോൾ ഒരു പിതൃഹൃദയത്തിന്റെ പക്വതയുള്ള വാക്കുകൾ കേട്ട് എന്റെ കണ്ണ് നിറഞ്ഞുപോയി. റബ്ബ് അവന്റെ തീരുമാനം നടപ്പിലാക്കി. അവൻ തന്ന ആ മാനത്ത് തിരികെ ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ കഴിയോ? പശ്ചാത്താപത്തേക്കാൾ വലിയ പ്രായശ്ചിത്തം ഇല്ല മോനെ. ഈ നിൽക്കുന്ന നിൽപ്പിൽ പടച്ചോ വിളിച്ചാൽ പോവാതിരിക്കാൻ കഴിയോ എന്നെല്ലാം പറഞ്ഞ് ഹാരിസ്കയെ ഉപ്പച്ചി ആശ്വസിപ്പിച്ചു. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഇക്ക ഫോൺ വെച്ചു. ദിവസങ്ങൾ പൊലിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അതിനിടയിൽ ഞങ്ങളുടെ വീട്ടിൽ പുതിയ അതിഥി എത്തി. നമ്മുടെ ആഷിഖ് സാറ്. സാറിന്റെ വീട്ടിലെ പെരുമാറ്റത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മാന്യത ഉപ്പച്ചിക്ക് മനസ്സിലായി. കാരണം ഞാൻ എൻ്റെ റൂമിലിരുന്നാണ് പഠിക്കാറുള്ളത്. അപ്പോൾ സാറ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മൾ ഒരു അധ്യാപകൻ വിദ്യാർത്ഥി എന്നതിലുപരി ഒരു പുരുഷനും സ്ത്രീയുമാണ്. അതുകൊണ്ട് ഹോളിലിരുന്ന് പഠിക്കാം. ആ ഒരു വാക്കിൽ തന്നെ സാറിനോട് ഞങ്ങൾക്കുള്ള മതിപ്പ് 10 മടങ്ങ് വർദ്ധിച്ചു. ക്ലാസ്സിൽ ഗൗരവക്കാരനായ അധ്യാപകനായിരുന്നുവെങ്കിലും വീട്ടിൽ സാറിന് വേറൊരു മുഖമായിരുന്നു. ഒഴിവ് സമയങ്ങളിൽ സാർ ഉപ്പച്ചിയെ കൃഷിയിലൊക്കെ സഹായിക്കുമായിരുന്നു. സാറിനതെല്ലാം വളരെ ഇഷ്ടമായിരുന്നു. ആഷിക്ക്, എന്താ അങ്കിൾ? സാധാരണ അവധി ദിവസങ്ങളിൽ കുഞ്ഞോളാണ് എൻ്റെ കൂടെ സഹായത്തിന് വരാറുള്ളത്. ഒറ്റക്കായ ഒരു താല്പര്യം തോന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് അപ്പുറത്ത് മാറിയൊരു കുളമുണ്ട്. കുളം എന്ന് പറയാനൊക്കെ ഇല്ല, ഒരു കടവ്. അവിടെ പോയിന്ന് കുളിക്കും. അപ്പൊ കിട്ടുന്ന ഒരു ഉന്മേഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇന്ന് ഞാനും വരുന്നുണ്ടെങ്കിൽ. എന്നാ നേരെ എത്രയായില്ലേ, നമുക്ക് പോയി വരാം. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് കോഴിക്കോട് ബീച്ചിൽ പോവായിരുന്നു. എന്തോ ഒരു ഉപ്പുവെള്ളം കുടിച്ചിട്ടുണ്ടെന്നോ? ഒരുപാട് നേരം വെള്ളത്തിൽ കിടക്കേണ്ട, പരിചയമില്ലാത്താണ്. 10 മിനിറ്റ് അങ്കിൾ, ഞാൻ ഇപ്പൊ കയറിക്കോളാം. ഉപ്പച്ചിയെ നോക്കിയപ്പോൾ കണ്ടില്ല. കുളിക്കാനായി പോയി കാണും. സോപ്പും ടവലും കൊണ്ടുപോകാതെയാണ് പോയത്. ഈ ഉപ്പച്ചിയുടെ ഒരു കാര്യം. സോപ്പും ടവലും കൊണ്ട് ചെന്നപ്പോൾ ദേ സാറ് വെള്ളത്തിൽ കിടക്കുന്നു. എന്താ ഉപ്പച്ചി, സാറിന്റെ ദേഹത്തെ ചെളിയൊക്കെ കുതിർത്താൻ വേണ്ടിയാണോ വെള്ളത്തിൽ മുക്കിയിട്ടിരിക്കുന്നത്? നീ എന്തിനാണ് ഇങ്ങോട്ട് വന്ന്? പോയിക്കടി, ആണുങ്ങൾ കുളിക്കുന്ന ഒളിഞ്ഞോക്കാൻ വന്നേക്കുന്നോ? അത് കേട്ട് ഉപ്പച്ചി പൂരെ ചിരി.
ഉപ്പച്ചിക്ക് ഞാനും കമ്പനി കൊടുത്തു. ഞാൻ ഈ സോപ്പും ടവലും കൊടുക്കാൻ വന്നാണ്, അല്ലാതെ ഒളിഞ്ഞോക്കനായി വന്നല്ല. എന്നാ പിന്നെ അത് അവിടെ വെച്ചിട്ടൊന്ന് പോയിടി. ഞാൻ അങ്കിളുടെ കൂടെ അങ്കിളിന് കൃഷിപ്പണിയിലൊക്കെ സഹായിച്ചിരുന്നപ്പോഴാണ് അങ്കിൾ പറഞ്ഞത്. ഒരു വിധത്തിലാണ് ഞാൻ അവളെ ചീത്ത പറഞ്ഞ് അവിടെ നിന്ന് ഓടിച്ചത്. ഷർട്ടിടാൻ നിന്ന കാരണം എന്റെ ജിം ബോഡിയൊക്കെ അവർ കണ്ടു കാണും. അയ്യേ, ഇന്ന് മൺഡേ, നീണ്ട ലീവ് കഴിഞ്ഞ് ഇന്ന് ഐഷു വരും. അതിന്റെ ഒരു സന്തോഷവും പ്രസരിപ്പും രാവിലെ മുതൽ എനിക്കുണ്ട്. ആ സന്തോഷം അറിയിക്കാൻ രാവിലെ തന്നെ ഞാൻ ശ്യാമിനെ വിളിച്ചു. ഇപ്പോൾ സമയം 5:30. മൂന്നാമത്തെ വിളിക്കാണ് ആ തെണ്ടി ഫോൺ എടുത്തത്. മോനെ ശ്യാമു, നിന്റെ ലവറാണെന്ന് വിചാരിച്ച ഉമ്മക്കാനല്ല, ഇത് ഞാനാ, നഫി. ഓ, നിനക്ക് ഉറക്കൊന്നുമില്ലടി പട്ടി. എടാ, വെളുപ്പങ്കാലത്ത് വെറുമായിട്ട് ഇങ്ങനെ ചീത്ത വിളിക്കല്ലേ. മനുഷ്യന് ഉറങ്ങാൻ സമ്മതിക്കാതെ ഇതുപോലത്തെ ചീഞ്ഞ ചളി പറയാനാണ് ഇവിടെ വിളിച്ച്. അല്ലടാ പിന്നെന്താ, ഒന്ന് പറഞ്ഞു തുറക്കടി. എടാ, നീ നേരത്തെ കോളേജിൽ വരുമോ? എന്താ, നേരത്തെ വരുന്നവർ കോളേജിൽ ബിരിയാണി കൊടുക്കുന്നുണ്ടോ? അയ്യേ, ചളി ചളി. എടാ, ഇന്ന് ഐഷു വരും, അതാ നിന്നോട് നേരത്തെ വരുമെന്ന് ചോദിച്ച്. അതാണോ കാര്യം? ഞാൻ വന്നോളാം, നീ ഒന്ന് വെച്ചിട്ട് പോയി, ഞാൻ ബാക്കി കൂടി ഒന്ന് ഉറങ്ങി തീർക്കട്ടെ. എന്നാലേ മോനൊന്ന് മുള്ളിയേച്ച് പോയി കിടന്നോളാം. ഇതെന്ത് ഭാഷയാടി? നീയൊക്കെയാണോ വലിയ എഞ്ചിനീയർ ആകാൻ പോകുന്നത്? ബാഡ് ബാഡ്, മോശം മോശം. പോടാ തെണ്ടി, ഒന്ന് എഴുന്നേറ്റ് പോടപ്പാ. നീ കോളേജിലേക്ക് പാടി, നിനക്കുള്ള ഞാൻ അവിടെ വെച്ച് തരാം. ചൂടോടെ വേണേ? ആ, ചൂടോടെ കൊണ്ടുവരാം. രാവിലെ തിരക്കെല്ലാം കഴിഞ്ഞ് അടുക്കള ഡ്യൂട്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉമ്മിക്ക് വയ്യാത്തതുകൊണ്ട് മിക്കവാറും ആ ഡ്യൂട്ടി എനിക്കാണ്. വേഗം റെഡിയായി താഴെ ചെന്നപ്പോൾ പെരുന്നാൾ നിലാവ് പോലെ സൂക്ഷ്മതയോടെ നോക്കും പോലെ അവരെല്ലാം എന്നെ തന്നെ നോക്കിയാണ്. വേറെ ആരുമില്ല, നമ്മുടെ ഉപ്പച്ചി ഉമ്മിയും ആ കുറുമ്പി ചെപ്പും. നീ ഇത്ര നേരത്തെ എങ്ങോട്ടാ? ചോദ്യം വേറെ ആരുടെയല്ല, നമ്മുടെ സാറിന്റെയാണ്. ഒന്നുമില്ല സാർ, റെഡിയായപ്പോൾ താഴേക്കിറങ്ങിയേ ഉള്ളൂ. പിന്നെ എന്റെ മനസ്സിൽ ലഡുപൊട്ടുന്ന എനിക്കല്ലേ അറിയൂ. ഇത് ഞാൻ മനസ്സിൽ പറഞ്ഞ കേട്ടോ. ഇന്നു മുതൽ മന്ത്ലി ടെസ്റ്റ് തുടങ്ങിയാണ്. ഇപ്രാവശ്യം എങ്ങനെ ഉണ്ടാവും? ഞാനൊന്നും മിണ്ടിയില്ല. പടച്ചോനെ, തോൽവികൾ ഏറ്റുവാങ്ങാൻ എന്റെ ജന്മം പിന്നെയും ബാക്കിയാണോ? അതോ ഇപ്രാവശ്യം വല്ല മാറ്റം വരുമോ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവരുത്, നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം. മൂളിയാൽ മാത്രം പോരാ, അതിനനുസരിച്ച് റിസൾട്ട് ഉണ്ടാവണം. ഈ സാറ് ഐഷു വരുന്ന സന്തോഷം മൊത്തം പോയി. പാവം, അവൾ ക്ലാസ് ടെസ്റ്റിന്റെ കാര്യം അറിഞ്ഞിട്ട് കൂടിയില്ല. അവൾക്ക് ഇതിലും വലുത് എന്തോ വരാനിരുന്ന, അതാ ഇങ്ങനെ പോയത്. എന്താലോചിച്ചുകൊണ്ടിരിക്കുക? എന്തായാലും കുട്ടിയൊക്കെ ഇട്ട് ഇറങ്ങിയില്ലേ? വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്, നമുക്ക് ഒരുമിച്ച് പോവാം. ശരി സാർ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.